A warm welcome to Riju and PSK Tele classes. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? വെക്ടറും കൂടെ ആഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ, ട്രയാങ്കിൾ മെത്തേഡ്, പാരലോഗ്രാം മെത്തേഡ്. എന്നിട്ട് നമ്മൾ ഫൈനലി എന്ത് ഡിറൈവ് ചെയ്തു? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് കാണാനുള്ള ഇക്വേഷനും പറഞ്ഞു തന്നു, ലോ ഓഫ് കൊസൈൻ. ഓർമ്മയുണ്ടല്ലോ? ഇനി ആ ലോ ഓഫ് കൊസൈനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസ്കഷൻ ഇനി മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്കിനി ലോ ഓഫ് സൈൻ ഡിറൈവ് ചെയ്യണം, അതുപോലെ ഡയറക്ഷൻ ഡിറൈവ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന വീണ്ടും വരുന്നു. എന്ത് മെത്തേഡാണ്? പാരലോഗ്രാം മെത്തേഡ്. A and B are two vectors. A and B are two vectors. Theta is the angle between them. Theta is the angle between A and B. Okay? എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ കേട്ടോ. ദെൻ നമ്മളിതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു തരുന്നു നമ്മൾ. ഈ ആംഗിൾ 90 ഡിഗ്രി ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇത് എ ആണ്. അതുപോലെ ഞാനിവിടെ പി എസ് എന്ന് മാർക്ക് ചെയ്തിരുന്നു, ഇവിടെ ഞാൻ കെ എന്ന് മാർക്ക് ചെയ്തിരുന്നു. കെ എന്ന് മാർക്ക് ചെയ്തിരുന്നു. ഇവിടെ കറക്റ്റാണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിളും തീറ്റയായിരിക്കും. ഈ ലെങ്ത് എന്തായിരുന്നു? ഈ ലെങ്ത്തിൻ്റെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ദിസ് ഈസ് ബി സൈൻ തീറ്റ. അതുപോലെ ഈ സൈഡ് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു, ഇറ്റ് ഈസ് ബി കോസ് തീറ്റ. ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് അതല്ല. ഇതാണ് റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. എല്ലാം നമ്മൾ സോൾവ് ചെയ്തതാണ് കേട്ടോ. ദെൻ വൺസ് അഗൈൻ ഞാൻ വീണ്ടും പറയുന്നു, നോക്കൂ. റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു, ഇറ്റ് ഈസ് ദ ഇക്വേഷൻ, റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് റിസൾട്ടൻ്റ്? ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. This equation is called law of cosine. അറിയാലോ? ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഡയറക്ഷൻ വേണം. അതായത് ഇതാണല്ലോ നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടർ ആർ. അയാൾ എയുമായി ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾസ് ആൽഫ എന്ന് വിചാരിച്ചോളൂ, ആൽഫ. സോ ട്രയാങ്കിളിൽ നിന്നും ടാൻ ആൽഫ ഈസികൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക്? ടാൻ ആൽഫ ഈക്വൽ ടു കമോൺ ടാൻ ആൽഫ. ഈ ട്രയാങ്കിൾ എടുക്കണേ. അതായത് OKS എന്ന് പറഞ്ഞ ട്രയാങ്കിളിലേക്ക് വരും നിങ്ങൾ. OKS എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ എന്ത് സംഭവിക്കുന്നു? ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണല്ലോ. ഓപ്പോസിറ്റ് സൈഡ് ആരാ? SK ബൈ അഡ്ജസൻറ്റ് സൈഡ് OS. കറക്റ്റ് അല്ലേ? ഓർ ടാൻ ആൽഫ ഈക്വൽ ടു SK ബൈ OS ആരാണ്? OP പ്ലസ് PS. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് OS ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ഡയറക്റ്റ് ആഡ് ചെയ്തത്, രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ആഡ് ചെയ്തത്. ദെൻ അപ്പം നമുക്ക് ടാൻ ആൽഫ ഈക്വൽ എന്ത് കിട്ടും? ടാൻ ആൽഫ ഈക്വൽ ടു SK എന്ന് പറയുമ്പോൾ ആ ലെങ്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് ബി സൈൻ തീറ്റ ബൈ OP എന്ന് പറയുമ്പോൾ A പ്ലസ് ബാക്കിയുള്ള ലെങ്ത് ബി കോസ് തീറ്റ. യെസ്, നിങ്ങൾക്കറിയാമോ ഈ ടാൻ ആൽഫ ഈസ് കാൾഡ് സ്ലോപ്പ് ഓഫ് ദ റിസൾട്ടൻ്റ് എന്ന് പറയും. 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് സ്ലോപ്പ്. സോ സ്ലോപ്പ് ഓഫ് ദ റിസൾട്ടൻ്റ് ടാൻ ആൽഫ ഈക്വൽ ടു അവർ റിസൾട്ട് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതിൽ നിങ്ങളോട് ഈ ആൽഫ ചോദിച്ചാലോ, ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതണം? ആൽഫ ഈക്വൽ ടു tan inverse b sin theta by a plus b cos theta. Okay,
ഈ റിസൾട്ട് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ആക്ച്വലി ഈ റിസൾട്ട് ഇങ്ങനെ ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുള്ള ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഇവിടെ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ്, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഫിഗർ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ? ടാൻ ആൽഫ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ആൻഡ് ടാൻ ആൽഫ ഈസ് കാൾഡ് സ്ലോപ്പ് ഓഫ് ദ റിസൾട്ടൻറ്റ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ടാൻ ആൽഫേനെ വിളിക്കുന്ന പേരാണ് സ്ലോപ്പ്. 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ സ്ലോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോ ഓഫ് കൊസൈൻ ഡിറൈവ് ചെയ്തു. ദെൻ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻ്റ് നമ്മൾ കണ്ടു. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്താ? ലോ ഓഫ് സൈൻ. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യം വരുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ് ലോ ഓഫ് സൈൻ, ലാമീസ് തിയറം. അതൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, നമ്മൾ ഓൾറെഡി വരച്ച ഫിഗറിലോട്ടൊന്ന് തിരിച്ചു വരാം. ദിസ് ഈസ് വെക്ടർ എ, വെക്ടർ ബി. ദ ആംഗിൾ ബിറ്റ്വീൻ ഡം, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് തീറ്റ. സോ ആംഗിൾ ബിറ്റ്വീൻ എ and B, vector A and vector B is theta. Okay, then ഇതല്ലേ നമ്മുടെ റിസൾട്ടൻറ്റ് വെക്ടർ ആർ. റിസൾട്ടൻറ്റ് വെക്ടർ ആർ, ദാറ്റ് റിസൾട്ടൻറ്റ് ഈ എയുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഞാൻ ആൽഫ എന്ന് മാർക്ക് ചെയ്തു. സോ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് റിസൾട്ടൻറ്റ് ആർ ഈസ് കമോൺ ആൽഫ. ആൽഫ കണ്ടോ നിങ്ങൾ? ആൽഫ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. ഇതാണ് ആൽഫ കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെയാണ്? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് റിസൾട്ടൻറ്റ്. ദെൻ നമുക്ക് നോക്കാം ആംഗിൾ ബിറ്റ്വീൻ ആരെ കാണാൻ? ഇനി ആർ ആൻഡ് ബി കാണണം. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാ ഈ ആംഗിളാണ് ആര്? ഞാൻ വേറെ കളറിൽ മാർക്ക് ചെയ്ത് തരാം. ഈ ആംഗിൾ ബീറ്റ. വാട്ട് ഈസ് ബീറ്റ? Beta is the angle between resultant and B. ഇതാ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടില്ല, ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനും ബിയും തമ്മിലുള്ള ആംഗിളാണ് ബീറ്റ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ആർ ഈസ് ബീറ്റ. ക്ലിയർ അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് തീറ്റ, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ആർ ഈസ് ആൽഫ, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ആർ ഈസ് ബീറ്റ. ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തൊക്കെ ഒന്നുകൂടെ പറയാം. ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു നമ്മൾ, എന്നിട്ട് ഇതങ്ങ് താഴ്ത്തിയിരുന്നു, എന്നിട്ട് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തിരുന്നു. പി എസ് ഇവിടെ നമുക്ക് കെ എന്ന് കൊടുക്കാം. നേരത്തെ കൊടുത്ത പോയിന്റുകൾ തന്നെ കേട്ടോ. ഓക്കെ, ഈ ആംഗിൾ എന്തായിരുന്നു? ദിസ് ഈസ് അഗെയിൻ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്തു തരാം നിങ്ങൾക്ക്. നോക്ക്, ഇത് ആരുടെ ഡയറക്ഷനാണ്? ഈ കാണുന്നത് ആരുടെ ഡയറക്ഷനാണ്? റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലേ? ഇതാരുടെ ഡയറക്ഷനാണ്? നോക്കൂ, ഈ വെക്ടർ എ ആണെങ്കിൽ ഈ വെക്ടറും എ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എയുടെ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഇതാരാ? ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ, കമോൺ, ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെയത്? റിസൾട്ടൻറ്റ് ആൻഡ് എ. അതാരാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്? നോക്കൂ നിങ്ങൾ, ആൽഫ അല്ലേ? അത് ആൽഫ. ഈ ആംഗിളും ഈ ആംഗിളും സെയിമാ. ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് എ. ഓക്കെ, ആ ആംഗിൾ ആൽഫയാണെങ്കിൽ പിന്നെ ഈ ആംഗിൾ എന്തായിരിക്കും? ആൽഫ അല്ലേ വരിക. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നോക്കൂ, ഇത് ആരുടെ ഡയറക്ഷനാണ്? ബി. ഇത് നിങ്ങളുടെ എക്സ്റ്റെൻഡ് ചെയ്ത ബിയുടെ ഡയറക്ഷനല്ലേ? അതല്ലേ ബി? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതാണ് ബിയുടെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ബി ഇതുമായി ഉണ്ടാക്കിയുള്ള ആംഗിൾ, റിസൾട്ടൻറ്റുമായി ഉണ്ടാക്കിയുള്ള ആംഗിൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്തിരുന്നു? ബീറ്റ. ബീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് ബി. അപ്പോൾ പിന്നെ ഈ ആംഗിൾ ബീറ്റ അല്ലേ വരിക? ബീറ്റ. ഇതൊക്കെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ പറയണു, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി അത് എത്രയാണ് വരിക? ഈ വലിയ ആംഗിൾ എത്രയാണ് വരിക? ഈ ആംഗിൾ അത് തീറ്റയാണ്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് തീറ്റ. ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് എ ഈസ് ആൽഫ. ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് ബി ഈസ് ബീറ്റ. ആംഗിൾ എല്ലാം ക്ലിയർ അല്ലേ നിങ്ങൾക്ക്?
ഓക്കെ. ദെൻ നമ്മളൊരു കാര്യം കൂടെ അഡീഷണലായിട്ട് ചെയ്യുന്നു കേട്ടോ. ഇത് അഡീഷണലായിട്ട് ചെയ്യുന്ന കാര്യം നോക്കൂ. ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരച്ചു. കാരണം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല. അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്തു അറിയോ? 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. നമുക്കിവിടെ n മാർക്ക് ചെയ്യാം. n, നോർമൽ n. അപ്പോൾ ഈ ബിഗ് ട്രയാങ്കിളിനെ നിങ്ങൾ 2 ട്രയാങ്കിളായിട്ട് മുറിച്ചു, 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് മുറിച്ചു. ഓക്കെ. ഇനി നമുക്ക് ഓരോരോ കേസുകളായിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷനൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. വെക്ടർ ആർ ഈക്വൽ ടു, നോ ഡൗട്ട് ഇറ്റ് ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ, മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ പഠിപ്പിച്ചു. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. പിന്നെ ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞു തന്നിരുന്നു, ടാൻ ആൽഫ. ഒന്നും കൂടെ വീണ്ടും മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതൊക്കെ കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പുതിയൊരു കാര്യം വരാൻ പോകും. നോക്കാം. പുതിയ എന്താ കാര്യം? എനിക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റുന്ന പുതിയ ഇക്വേഷൻസ് നോക്കാം നമുക്ക്. എന്താ പുതിയ ഇക്വേഷൻ? നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്നും എന്തെടുക്കാം? ആൽഫ വെച്ച് പറയാം അല്ലേ? നോക്കൂ, ഇതിൽ നിന്ന് ടാൻ ആൽഫ ഈസിൽ നിന്ന് കിട്ടും. ടാൻ ആൽഫ വേണ്ട, സൈൻ ആൽഫ എടുക്കാം. സൈൻ ആൽഫ അടി സൈൻ ആൽഫ. ഓപ്പോസിറ്റ് സൈഡ് അതാരായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബി സൈൻ തീറ്റ ബൈ ഹൈപ്പോട്ടന്യൂസ് ആർ. ശരിയല്ലേ? ഈ ട്രയാങ്കിളേ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു, ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു, ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ. ശരിയല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 1. മറന്നു പോകരുതേ, ഇക്വേഷൻ ഒരു ഇക്വേഷനായി. ഓക്കെ. ഇനി അതുപോലെ തന്നെ 2 ട്രയാങ്കിൾസ് വേറെ കിടക്കുന്നുണ്ട്. ഈ ട്രയാങ്കിളും അതിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അതിൽ നിങ്ങൾ വീണ്ടും എഴുതൂ സൈൻ ആൽഫ ഈക്വൽ ടു, സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു, ഈ ട്രയാങ്കിളാണ് ഈ ചെറുത്. ഓപ്പോസിറ്റ് സൈഡ് പി എൻ ബൈ എ. ശരിയല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡർ ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ ബീറ്റ ഈക്വൽ എന്ന് വരും. സൈൻ ബീറ്റ ഈക്വൽ ടു സൈൻ ബീറ്റ. നമുക്ക് സൈൻ ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു ഇതാ ഈ ട്രയാങ്കിൾ എടുത്തോളൂ. സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു പി എൻ ഡിവൈഡർ ബൈ ഈ ലെങ്ത് ബി. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡർ ബൈ ഹൈപ്പോട്ടന്യൂസ്. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. സൈൻ ആൽഫ ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു, സൈൻ ആൽഫ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? പി എൻ കട്ടാവും അല്ലേ? സൈൻ ആൽഫ ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ നമുക്ക് ബി ബൈ എ എന്നല്ലേ വരിക. അപ്പോൾ ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു, ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ എന്ന് വരുന്നു. ഈ ഇക്വേഷനും മറന്നു പോകരുത്. പുതിയൊരു ഇക്വേഷൻ കൂടെ വന്നു. ഇനി ആ 2 ഇക്വേഷനിലേക്ക് ഒന്ന് ഒരുമിച്ച് നോക്കൂ. ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ആർ ബൈ സൈൻ തീറ്റ. ഏത് ട്രയാങ്കിളാണ് പറഞ്ഞത്? ഈ വലിയ ട്രയാങ്കിൾ വെച്ച് പറഞ്ഞു. ദെൻ ഈ ചെറിയ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്ക് നമ്മൾ വീണ്ടും ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് കൊടുത്തു. അങ്ങനെ ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ എ ബൈ സൈൻ ബീറ്റ എന്ന് വന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആകണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ 3 ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി കൂടെ? പറയട്ടെ, 3 കൂടെ കമ്പൈൻ ചെയ്യാൻ പോണേ. ഓക്കെ. എ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു, എ ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഈക്വൽ ടു കമോൺ ആർ ബൈ
sin theta. Yes. This equation is called law of sine. ഉണ്ടോ? എല്ലാം സൈൻ, അതുകൊണ്ടായിരിക്കും സൈൻ ലോ ഓഫ് സൈനിന് പേര് വന്നത്. എ ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ആർ ബൈ സൈൻ തീറ്റ. നോക്കൂ, ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് ആർ. എ ബൈ സൈൻ ബീറ്റ, ഇതിലത്തെ ബീറ്റ ആരാ? എ ബൈ സൈൻ ബീറ്റ, വേർ ബീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ആർ. ശരിയല്ലേ? ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ, വേർ ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ആർ. സീ ദ ബ്യൂട്ടി. ലാസ്റ്റ് വൺ നോക്ക്, ആർ ബൈ സൈൻ തീറ്റ, വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. എന്നോട് പറയാം, ബീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ആർ, ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ആർ, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ദിസ് ഈസ് ദ റിസൾട്ട്. എന്താണ് ഈ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നേ ഉള്ളൂ. ലാമീസ് തിയറം എന്ന് പറഞ്ഞ തിയറൊക്കെ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലോ ഓഫ് സൈൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ്. പറഞ്ഞായിരുന്നു ഇപ്പോൾ തന്നെ, ഫോളോ ചെയ്യാൻ പറ്റുമോ? റെഡിയാണെങ്കിൽ പറയാം. ഓക്കെ, നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടെ നോക്കി എഴുതിയെടുത്തോളൂ കേട്ടോ. നോട്ട് പോലെ എഴുതിയെടുക്കണം നിങ്ങൾ, കാരണം ഡിറൈവ് ചെയ്യണം. അത്ര കോംപ്ലിക്കേഷനൊന്നും ഇല്ല, ഇത്തിരി ട്രിഗണോമെട്രി ഉപയോഗിച്ചെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. സിമ്പിൾ ഇക്വേഷനാണ്. ഈ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യാനും എളുപ്പമാണ് നമുക്ക് കേട്ടോ. നോക്കൂ, ഈ ഫിഗറിലേക്കാണ് നോക്കൂ നിങ്ങൾ. ആദ്യം ഞാൻ എ എന്ന് പറഞ്ഞ വെക്ടർ വരച്ചു. ഇതാ എ വെക്ടർ എ, ഇതാ വെക്ടർ ബി. വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ അല്ലേ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞത്. ഈ റിസൾട്ടൻ്റ് നമ്മൾ വരച്ചപ്പോൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഡയറക്ഷനിലല്ലേ റിസൾട്ടൻ്റ് വരുന്നത്. ആ റിസൾട്ടൻ്റ് ഞാൻ നേരെ ബാക്കിലോട്ട് വരച്ചു. ദിസ് ഈസ് റിസൾട്ടൻ്റ് ആർ. എയും ബിയും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അതാണ് ആർ. പക്ഷേ ഞാനെന്ത് ചെയ്തു, ഞാൻ ഓപ്പോസിറ്റായിട്ട് വരച്ചു. അപ്പോൾ എയും ബിയും ചേർന്നുള്ള റിസൾട്ടൻ്റ് ഈ ഡയറക്ഷനിലാണ് വരേണ്ടത്, ഞാൻ അതിനെ റിവേഴ്സ് ചെയ്ത് വരച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എയും ബിയും ചേർന്നിട്ടുള്ള ഇമ്പാക്റ്റ് ആണല്ലോ ആറ്. ആ ആറിന് കറക്റ്റ് ഓപ്പോസിറ്റ് ഒരാളെ വരച്ചാൽ അവർ തമ്മിൽ ക്യാൻസൽ ആവില്ലേ? ഇപ്പോൾ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ളൊരു ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സപ്പോസ് ഇവിടെ നമ്മളൊരു ബോഡിയെ കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിച്ചോളൂ. എ ബോഡി ഹാവിങ് മാസ് എം, അതായത് ഇവിടെ ഒരു മാസ് വെച്ചു നമ്മൾ. ഞാൻ പറയട്ടെ, എക്ക് പകരം ഞാനൊരു കാര്യം ചെയ്തു. F1 എന്ന് പറഞ്ഞ ഫോഴ്സാണ്. F1 എക്ക് പകരം F1 എന്ന് പറഞ്ഞ ഫോഴ്സ്. ബിക്ക് പകരം ഞാൻ F2 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് എടുത്തു. ഈ F1ൻ്റെയും F2ൻ്റെയും കൂടെയുള്ള റിസൾട്ടൻ്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? ഇതാ ഇവിടെ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കണം? ഡയഗണൽ വരയ്ക്കണം. നോക്കൂ, ഈ ഡയഗണലിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ വരച്ചു. അതായത് ഈ ആറ് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്തു? നേരെ ഓപ്പോസിറ്റ് വരച്ചു. ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോളൂ. എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ഞാൻ തീറ്റ എ ബി എന്ന് കൊടുക്കാം. തീറ്റ എ ബി. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് തീറ്റ എ ബി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ആർ, നമുക്കൊരു കാര്യം ചെയ്യാം. ആംഗിൾ ബിറ്റ്വീൻ എ ആർ എന്ന് കൊടുക്കുക. എ ആർ. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്, ഈ ആംഗിൾ എത്ര വരും? ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ആർ, ബി ആർ. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നിങ്ങൾക്ക് ഈ ലോ ഓഫ് സൈൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്ക്, ഈ ബോഡിയുടെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവാനുള്ള കണ്ടീഷൻ എന്താ? നെറ്റ് ഫോഴ്സ് 0. ഈ ബോഡിയുടെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവാനുള്ള കണ്ടീഷൻ എന്താ അറിയോ? ഈ ഫോഴ്സും ഇത് നിങ്ങൾ F3 എന്ന് വിചാരിച്ചോ. F3 അല്ലേ? വേണ്ട, ആറായിട്ട് തന്നെ കിടന്നോട്ടെ അല്ലേ? കുഴപ്പമില്ല. ആ റിസൾട്ടൻ്റ് കാണാൻ വേണ്ടി ആറായിട്ട് കിടന്നോട്ടെ. ഈ ഫോഴ്സും ഇതാ വേറൊരു ഫോഴ്സ് വിചാരിച്ചു. ഈ റിസൾട്ടൻറ്റിന് പകരം ഒരു തേർഡ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കും നിങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിക്ലിബ്രിയം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലാണ് വരുന്നത്. എന്നാലും നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നെറ്റ് ഫോഴ്സ് മൂന്നും കൂടെ ആഡ് ചെയ്തു. ആർ പ്ലസ് F1 പ്ലസ് F2, 3 ഫോഴ്സും കൂടെ ആഡ് ചെയ്തു. നമുക്ക് 0 കിട്ടിയെന്ന് വിചാരിക്കുക. അതായത്
ഇവിടെ 3 ഫോഴ്സുകളാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആർ, F1, F1, F2. ഈ 3ഉം കൂടെ ഒരു ഗിവൺ ബോർഡർ മുകളിൽ ആക്ട് ചെയ്യുന്നു എന്നുണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ബോഡി ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞു. നിങ്ങൾ കാര്യം ചെയ്യും, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആണെന്ന് വിചാരിച്ചു. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ വേറൊരു പോസിബിലിറ്റി കൂടെ ഉണ്ട്. ബോഡിക്ക് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഇപ്പോൾ നിങ്ങൾ റെസ്റ്റ് ആണെന്ന് വിചാരിക്കും. ഈ ബോഡിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അതായത് ഇവിടേക്കുണ്ട് ഫോഴ്സ്, ഇവിടേക്കുണ്ട് ഫോഴ്സ്, ഇവിടേക്ക് വേറൊരു ഫോഴ്സ് ഉണ്ട്. ഈ 3 ഫോഴ്സും കൂടെ ബോഡിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. എന്താണ് ഇക്വിലിബ്രിയം? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം, റെസ്റ്റ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ 3 ഫോഴ്സും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. 3 കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെ വരാനുള്ള കണ്ടീഷനാണ് R by theta AB equal to F1 by theta AR. F1 എന്ന് പറഞ്ഞാൽ ഏതാ? ഇതല്ലേ F1. ഇപ്പം തീറ്റ AR അല്ല, F1 by തീറ്റ BR വരും. ഈക്വൽ ടു F2 ഡിവൈഡർ ബൈ F2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ B അല്ലേ? അപ്പോൾ A മാറും കൂടെ തീറ്റ AR ഉണ്ടോ? നമ്മളൊരു പുതിയ തിയറത്തിലേക്ക് പോവാണ്. ആക്ച്വലി ലാമീസ് തിയർ എന്ന് പറഞ്ഞ തിയറം വരാനുണ്ട് ഇനി. അത് നമുക്ക് പിന്നെ പറയാം. നോക്കൂ, സിമ്പിൾ ഒരു തോട്ട് ഇട്ട് തരാണ് നിങ്ങൾക്ക് കേട്ടോ. അതായത് ഒരു ബോഡി, 3 ഫോഴ്സുകൾ F1, F2, R, 3 ഫോഴ്സുകളാണ് ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്തു. ബോഡിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. 3 പേര് ഇവിടേക്ക് പിടിച്ച് വലിച്ചു, ഇവിടേക്ക് പിടിച്ച് വലിച്ചു. ബോഡിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ 3 ഫോഴ്സുകളുടെയും കൂടെ നെറ്റ് വാല്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. അങ്ങനെ വരാനുള്ള കണ്ടീഷനാണ് R by സൈൻ ഓഫ് ദിസ് ആംഗിൾ ഈക്വൽ ടു F1 by സൈൻ ഓഫ് ദിസ് ആംഗിൾ ഈക്വൽ ടു F2 by സൈൻ ഓഫ് ദിസ് ആംഗിൾ. ഇതാ കണ്ടോ നോക്ക്, R by തീറ്റ എ ബി ഈക്വൽ ടു F1 by തീറ്റ ബി ആർ ഈക്വൽ ടു F2 by തീറ്റ എ ആർ. ശരിയല്ലേ? ഒന്നുകൂടെ ചെക്ക് ചെയ്യണേ. R by തീറ്റ എ ബി ശരിയാ. F1 by തീറ്റ ബി ആർ, F1 by തീറ്റ ബി ആർ കറക്റ്റാണ്. ഈക്വൽ ടു F2 by F2ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഈ ആംഗിൾ അല്ലേ? തീറ്റ എ ആർ. കറക്റ്റ്. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് ലോ ഓഫ് സൈൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും അങ്ങനെ ഡിഫിക്കൽട്ട് ആവുന്നില്ലല്ലോ അല്ലേ? ട്രിഗണോമെട്രി വായിക്കാനുണ്ടോ നന്നായിട്ട്? പിന്നെ ബേസിക് ട്രിഗണോമെട്രി വലിയ ഡെപ്തിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ വഴിയെ പഠിച്ചോളും. 11th അല്ലേ നിങ്ങൾ? അപ്പോൾ 11th ആകുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ ചാപ്റ്റർ പഠിപ്പിക്കുന്നതിന് കൂട്ടത്തിൽ എന്ത് വന്നോളും? മാത്തമാറ്റിക്സ് വന്നോളും. ആ സമയങ്ങളിൽ പഠിച്ചാൽ മതി. ഡെലിബറേറ്റ് ആയിട്ട് നിങ്ങൾ മാത്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ഫിസിക്സ് എൻജോയ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ വരുന്നു. ഞാനൊരു പുതിയ കാര്യം പറയാൻ പോകുന്നു. ഒരു ഷോർട്ട് കട്ടാണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക അവസാനം, നിങ്ങൾ ക്വിക്കായിട്ട് ആൻസർ ചെയ്യണേ. ഓക്കെ, എ ആൻഡ് ബി ആർ 2 വെക്ടേഴ്സ്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളൊക്കെ പറയണം. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ദിസ് ഈസ് ദ റിസൾട്ടൻറ്റ് ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഞാനിവിടെ വെക്ടർ സിമ്പിൾ ഇട്ടിട്ടില്ല, വെക്ടർ സിമ്പിൾ ഇടുന്നു. വെക്ടർ എ പ്ലസ് വെക്ടർ ബി നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വീണ്ടും പറയുന്നു. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? വെക്ടർ എ പ്ലസ് വെക്ടർ ബി അറിയാം. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പറഞ്ഞു തന്നു. പിന്നെ ഈ ആംഗിൾ നമ്മൾ ആൽഫ എന്ന് മാർക്ക് ചെയ്താൽ ടാൻ ആൽഫ ഈക്വൽ ടു നമ്മളിവിടെ ലൈൻ വരച്ചിരുന്നു, ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കണം. ഈ ലെങ്ത്ത് ഓർമ്മ ഉണ്ടോ? അത് ബി സൈൻ തീറ്റ ഡിവൈഡർ ബൈ എ പ്ലസ് കോസ് തീറ്റ. ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ആൽഫ കണ്ടു. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം കൂടെ ഡിറൈവ് ചെയ്തു. എന്തായിരുന്നു? ആർ ബൈ എന്തായിരുന്നു? ആർ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ എ ബൈ സൈൻ ബീറ്റ അല്ലേ? എയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരുന്നു? എ ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. ഇതിനെ നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ദിസ് ഈസ് ലോ ഓഫ് കൊസൈൻ, ദിസ് ഈസ് ലോ ഓഫ് സൈൻ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഈ എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആയാൽ എന്ത് സംഭവിക്കും? എയും ബിയും ഈക്വൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എയുടെയും ബിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കും? അതാണ് ഡിസ്കഷൻ പോയിന്റ്.
നിങ്ങൾക്ക് ക്വിക്കായിട്ടൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടി പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നോക്കൂ, അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ വീണ്ടും പറയുന്നു. റിസൾട്ടൻ്റ് ആറ് കാണാനുള്ള ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. തൽക്കാലം എ സ്ക്വയർ പ്ലസ് 2a കോസ് തീറ്റ എന്ന് എഴുതി. എന്താ കാരണം അറിയോ? ഞാനൊരു കാര്യം ആർഗ്യൂ ചെയ്തു. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡും അതുപോലെ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെന്ന്. സേ നമുക്കൊരു വാല്യൂ എടുക്കാം. സേ നമുക്ക് എന്തായിട്ട് എടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ എ എന്നോ ബി എന്നോ എടുക്കാം. അതായത് എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. എന്നാൽ എയും ബിയും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഡയറക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് എയും ബിയും ഈക്വൽ ആവണമെന്നില്ല. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2a കോസ് തീറ്റ അല്ലേ? അപ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ പ്ലസ് 2a കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ കോമൺ ആക്കിയാൽ 2a സ്ക്വയർ ഉണ്ട് 1 പ്ലസ് കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ആർ ഈക്വൽ ടു ഇതിനെ റൂട്ട് ഓഫ് നമുക്ക് എന്താ എഴുതാം? 2a സ്ക്വയർ ഉണ്ട് 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചു. 1 പ്ലസ് കോസ് തീറ്റ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. മാത്സിൽ ട്രിഗണോമെട്രിയിൽ സാർമാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും. ഇനി അതെങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നോക്കണം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സിലൂടെ പറഞ്ഞുതരാം. ട്രിഗണോമെട്രിക് ബേസിക് അറിയില്ലെങ്കിൽ കേട്ടോ, നമുക്ക് മാത്തമാറ്റിക്സ് ക്ലാസ് അറേഞ്ച് ചെയ്ത് തരാം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. ബൈഹാർട്ടിംഗ് എന്ന് പറയുന്നില്ല, ഓർമ്മിച്ച് വെച്ചോളൂ. 1 പ്ലസ് കോസ് തീറ്റ ഈസ് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 കേട്ടോ. അങ്ങനെ ആയാൽ നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ടാണ് ഇറ്റ് ഈസ് ഈക്വൽ 2a കോസ് തീറ്റ ബൈ 2. യെസ്, അവർ ന്യൂ റിസൾട്ട്. മറക്കരുതേ. റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റയിൽ നിന്ന് എവിടെ വന്ന് നിൽക്കുന്നു? ആർ ഈക്വൽ ടു 2a കോസ് തീറ്റ ബൈ 2. ഓർമ്മിക്കുക, ദിസ് ഇക്വേഷൻ ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ബോത്ത് വെക്ടേഴ്സ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. രണ്ട് വെക്ടറുകളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആവണം. ഡയറക്ഷൻ സെയിം ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഡയറക്ഷനും കൂടെ സെയിം ആയിരുന്നെങ്കിൽ വെറുതെ ആഡ് ചെയ്താൽ പോരെ. ഇത് ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്, പക്ഷേ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ യു മസ്റ്റ് യൂസ് ദ ഇക്വേഷൻ ആർ ഈക്വൽ ടു 2a കോസ് തീറ്റ ബൈ 2. ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഞാൻ എളുപ്പവഴി കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. എന്താ ഇക്വേഷൻ ഒന്നുകൂടെ പറയൂ. Resultant R is equal to magnitude of vector A plus vector B equal to 2a cos theta by 2 if magnitude of A equal to magnitude of B. രണ്ട് വര വരയ്ക്കണം കേട്ടോ, എന്നാലേ മാഗ്നിറ്റ്യൂഡ് എന്നാവുള്ളൂ. ശരിയല്ലേ? ഇനി ഇതാ രണ്ട് വെക്ടറും ഒരേ ഡയറക്ഷൻ വിചാരിച്ചു. എ എന്താ കിട്ടുക? പറ, നിങ്ങൾ പറ. എയും എയും ഒരേ ഡയറക്ഷൻ എന്ത് കിട്ടും? 2a കോസ്. എയും എയും ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ 0/2. 0/2 കോസ് 0 1. സോ യുവർ റിസൾട്ട് ഈസ് 2a. ശരിയാവില്ലേ? കണ്ടോ, എയും എയും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ വി വിൽ ഗെറ്റ് 2a. എയും എയും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടും സിംപ്ലി a + a 2a. ശരിയാണോ? തീറ്റ ഈസ് എത്ര ഡിഗ്രി? 0 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഇനി പറയാം. ഒരു എ ഇങ്ങോട്ടും ഒരു എ തിരിച്ചും. അപ്പോൾ എ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിമാണ്, പക്ഷേ ഡയറക്ഷൻ സെയിം അല്ല. ഒരാൾക്ക് പോസിറ്റീവാണ്, ഒരെണ്ണം നെഗറ്റീവാണ്. എന്ത് കിട്ടും നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ? ആർ ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 180/2. 180/2 90 കോസ് 90 0. യു വിൽ ഗെറ്റ് 0. ശരിയല്ലേ? എയും എയും കൂടെ ക്യാൻസലായിപ്പോയി. ശരിയാ? അടുത്തിലേക്ക് പോകണം.
നോക്കൂ, അടുത്ത് നോക്കാം. ഇതാ എ ഇങ്ങോട്ട് രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിമാണ്, പക്ഷെ ഇവർ ഈക്വൽ അല്ല കേട്ടോ. കാരണം ഇവരുടെ രണ്ടുപേരുടെ എന്ത് സെയിം അല്ല, ഡയറക്ഷൻ സെയിം അല്ല. നമുക്ക് നോക്കാം 6 കാണാനുള്ള ഇക്വേഷൻ. 2a ഇൻറ്റു കോസ് 9d/2. അപ്പോൾ r ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 45 ഓർ r ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 45. നിങ്ങൾക്ക് അറിയാം 1/√2 അല്ലേ. ഈ √2ഉം 2ഉം കൂടെ കട്ടായി പോവും. അപ്പോൾ r ഈസ് ഈക്വൽ ടു √2a എന്ന് വരും. കറക്റ്റ് അല്ലേ? √2a. 2 √2ഉം കൂടെ ക്യാൻസലായി പോയാൽ √2a. അതായത് എയും പെർപെൻഡിക്കുലറായി വന്നാൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആരായിരിക്കും? ദിസ് ഈസ് √2a. ഓർമ്മിച്ച് വെച്ചോളൂ, എയും പെർപെൻഡിക്കുലറായാൽ റിസൾട്ടൻ്റ് ഈസ് √2a. ജോക്കാണേ. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഒരു കുട്ടി ചെയ്ത ടെക്നിക്കാണ്. r ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു 1/√2 എന്ന് എഴുതി. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു പറയും? 2 കട്ട് ചെയ്തിട്ട് r ഈസ് ഈക്വൽ ടു a/√2 എന്ന് എഴുതി വെച്ചു. അങ്ങനെയൊന്നും ചെയ്യല്ലേ. നമ്മളെന്താ ചെയ്തത്? ഈ 2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 2 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഈ 2 അതിനെ നമുക്ക് 2നെ √2 ഇൻറ്റു √2 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ √2 ഇൻറ്റു √2ത്തെ ഒരു √2 താഴെയുള്ള ഒരു √2മായിട്ട് കട്ടാവും. ബാക്കിയുള്ള √2 ആണത്. അല്ലാതെ റൂട്ടിനകത്ത് കിടക്കുന്ന 2നെ നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ 90 ഡിഗ്രി എയും 90 ഡിഗ്രി വന്നാൽ റിസൾട്ടൻ്റ് ഈസ് √2a. അടുത്ത പറഞ്ഞുതരാം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു. നമുക്ക് 30 ഡിഗ്രി നോക്കാം. ഇതാ എ ക്വിക്കായിട്ട് ആൻസർ ചെയ്യണേ. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോഴേ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചോ ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. എ ആൻഡ് എ ആക്ടിങ് അറ്റ് 30 ഡിഗ്രി. നമുക്ക് നോക്കാം. റിസൾട്ടൻ്റ് r ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 30/2. കോസ് 30/2 എനിക്കും അറിയില്ല. അപ്പോൾ r ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 30/2. അതുതന്നെയാണ് ആൻസർ. കോസ് 15 ഡിഗ്രി. കോസ് 15 നിങ്ങൾ ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കും കേട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ ഓർമ്മയില്ല. അപ്പോൾ r ഈസ് ഈക്വൽ 2a ഇൻറ്റു കോസ് 15 എന്ന് വരും. 15 ഡിഗ്രി കേട്ടോ. ഇതാണ് ആൻസർ. 60 ഡിഗ്രി ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. നോക്കൂ, 60 ഡിഗ്രി ആണെങ്കിൽ ദ എ ആൻഡ് എ ആക്ടിങ് അറ്റ് 60 ഡിഗ്രി. വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ്? r ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 60/2. കോസ് 60/2 ഈസ് കോസ് 30. കോസ് 30. സോ കോസ് 30. സോ 2a ഇൻറ്റു √3/2. 2 കട്ടായി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു √3a. ഓ, ഇപ്പോൾ 60 ഡിഗ്രിയാണ് √3a. ഇതിൻ്റെ കൂടെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് പറഞ്ഞുതരാം കേട്ടോ. നോക്ക്, എ 120 ഡിഗ്രി എന്ന് വിചാരിക്കും. അതായത് ഈ എയും ബിയും തമ്മിലുള്ള ആംഗിൾ നമ്മൾ 120 ഡിഗ്രി എന്ന് വിചാരിച്ചു. അക്യൂട്ടിന് പകരം ഒബ്റ്റ്യൂസ് ആംഗിൾ ആക്കി. ഇത് 120 അല്ല, നമ്മളത് ഇൻക്രീസ് ചെയ്ത് 120 ഡിഗ്രി ആക്കി മാറ്റിയെന്ന് വിചാരിച്ചോളൂ. ദെൻ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ നോക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു കോസ് θ/2. സോ r ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 120/2. സോ r ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 60. കോസ് 60യുടെ വാല്യൂ 1/2 അല്ലേ. അപ്പോൾ r ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു 1/2. 2 കട്ടാവും. അപ്പോൾ r ഈസ് ഈക്വൽ ഏതന്നെ വരും? നോക്ക്, എയും കൂടെ ചേർന്ന് എ വരുന്നു. എ റിസൾട്ടൻ്റ് ഈസ് ആൾസോ എ. പറ്റുമോ? പറ്റും. നോക്കൂ, ഇവിടെ നിങ്ങൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താലേ 120 ഡിഗ്രിയുള്ള കേസിൽ നിങ്ങൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് എന്താ അറിയോ? റിസൾട്ടൻറ്റിൻ്റെ വാല്യൂം എ തന്നെയാണ്. എയും കൂടെ ചേർന്ന് എ തന്നെ കിട്ടണമെങ്കിൽ റിസൾട്ടൻ്റ് എന്തായിരിക്കും? ആംഗിൾ എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ശ്രദ്ധിക്കുക കേട്ടോ. 2 വെക്ടറുകൾ ഈക്വൽ, മാഗ്നിറ്റ്യൂഡ് മാത്രം. അവരുടെ റിസൾട്ടൻ്റ് കണ്ടപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അത് തന്നെ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 120 ഡിഗ്രി. ഇതൊക്കെ നമുക്ക് പ്രോബ്ലമായിട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാനുള്ള ചില ഷോർട്ട് കട്ടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയാം. എ 0 ഡിഗ്രി 2a. എ 180 ഡിഗ്രി 0. എ 90 ഡിഗ്രി √2a. എ 60 ഡിഗ്രി √3a. എ 120 ഡിഗ്രി എ ഇറ്റ്സെൽഫ്. നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച ഈ കൺസെപ്റ്റുകളുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തൊരു ഫ്യൂ പ്രോബ്ലംസ് ചെയ്തു തരാം. എന്നിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് എളുപ്പമുള്ള, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. പക്ഷേ ടഫ് ക്വസ്റ്റ്യൻസ് ഒരു ഇത് കഴിയട്ടെ. ഒരു വെക്ടർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ നോക്കും, സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം.
ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വൺ വിച്ച് ഈസ് റോങ്. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. വെക്ടർ പ്ലസ് വെക്ടർ, വെക്ടർ പ്ലസ് വെക്ടർ, വെക്ടർ കറക്റ്റ് ആണ്. കാരണം വി ക്യാൻ യൂസ് ട്രയാങ്കിൾ മെത്തേഡ് ഓർ പാരലോഗ്രാം മെത്തേഡ്, കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, അടുത്തതോ വെക്ടർ ഉണ്ട് സ്കേലാർ വെക്ടർ, അതും കറക്റ്റാണ്. കാരണം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എ റിയൽ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ എ വെക്ടർ വിൽ ഗീവ് വെക്ടർ. അടുത്തത് എന്താ? വെക്ടർ പ്ലസ് സ്കേലാർ ഈക്വൽ ടു വെക്ടർ. അവിടെയാണ് പ്രശ്നം. ശരിയാവോ ഈ സ്റ്റേറ്റ്മെൻറ്റേ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാലേ വെക്ടർ പ്ലസ് സ്കേലാർ വെക്ടർ എന്ന് അല്ല. കാരണം വെക്ടറും സ്കേലാറും കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. റോങ് അല്ലേ നമ്മളോട് ചോദിച്ചത്? ഓഫ് ദ ഫോളോയിങ് റോങ്. വെക്ടറിൻ്റെ വെക്ടർ സ്കേലാർ ഓർ വെക്ടർ അത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. വെക്ടറും വെക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. സ്കേലാർ വന്നാൽ അതിന് ഡോട്ട് പ്രൊഡക്റ്റ് എന്നും വെക്ടർ വന്നാൽ അതിന് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എന്നും പറയും. ഓക്കെ, അടുത്തേക്ക് പോവാം. യെസ്, നോക്കൂ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ശരിക്കും ആരോ മാർക്ക് വേണം, ഒരു ലൈൻ ഇട്ടിട്ടുള്ളൂ. നോ മാറ്റർ, അത് വെക്ടർ എന്ന് വായിക്കണം നിങ്ങൾ കേട്ടോ. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് മാക്സിമം ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. നിങ്ങൾക്കറിയാം 3 ന്യൂട്ടൺ പ്ലസ് 4 ന്യൂട്ടൺ 7 ന്യൂട്ടൺ വരുന്നത് എപ്പോഴാണ്? രണ്ട് ഒരേ ഡയറക്ഷൻ വരുമ്പോഴല്ലേ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, റിസൾട്ടൻ്റ് ഈസ് മാക്സിമം വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഈസ് 0 ഡിഗ്രി. ദാറ്റ് ഈസ് ദേ ആർ പാരലൽ. സോ ഇൻ ദിസ് പ്രോബ്ലം യുവർ ആൻസർ ഈസ് 0 ഡിഗ്രി. 0 ഡിഗ്രി കേട്ടോ. അപ്പോൾ രണ്ട് വെക്ടറുകളുടെ റിസൾട്ടൻ്റ് മാക്സിമം ആവണമെങ്കിൽ രണ്ടുപേരും ഒരേ ഡയറക്ഷൻ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സിമിലർ ക്വസ്റ്റ്യൻ. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് മിനിമം. നേരത്തെ മാക്സിമം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്? മിനിമം ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് വാ. 3 ന്യൂട്ടനും 4 ന്യൂട്ടനും കൂടെ ചേർന്ന് 1 ന്യൂട്ടൺ വരുമോ? വരും. എപ്പോൾ? 4 ന്യൂട്ടനും 3 ന്യൂട്ടനും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ. ഇപ്പോൾ റിസൾട്ടൻ്റ് ഈസ് മിനിമം വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 180 ഡിഗ്രി. സോ യുവർ ആൻസർ ഈസ് 180 ഡിഗ്രി. ഓക്കെ, അടുത്തേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ട്രിക്കി ക്വസ്റ്റ്യനാണ്. ദ റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് 10 ന്യൂട്ടൺ ആൻഡ് 15 ന്യൂട്ടൺ ക്യാൻ നെവർ ബി. ഇപ്പം ഞാൻ സിമ്പിളാണ്, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നല്ലേ പഠിപ്പിച്ചത്? ഇഫ് തീറ്റ 0 ആയാൽ എന്ത് സംഭവിക്കും? തീറ്റ 0 എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടറും ഒരേ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ r ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് വരും. കാരണം കോസ് തീറ്റയുടെ വാല്യൂ നമുക്കറിയാം 1 ആവും. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ആയാൽ നമുക്ക് കിട്ടും r ഈസ് ഈക്വൽ ടു സിംപ്ലി എ പ്ലസ് ബി എന്ന് കിട്ടും. ഇത് എപ്പോഴാണ് കിട്ടുക? കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു, രണ്ട് വെക്ടറും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ. ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ മാക്സിമം വാല്യൂ. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾ 180 ഡിഗ്രി കൊടുത്ത് നോക്കൂ. 180 ഡിഗ്രി കൊടുത്താൽ r ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു -1 വരും. എന്താ കാരണം? -1 വരാൻ കാരണം cos 180 ഈസ് -1. അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ മാറ്റാം. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എ മൈനസ് ബി ദ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലോട്ട് വരും. കണ്ടോ, ഇവിടെ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ -2ab അതിങ്ങനെ മാറ്റി എഴുതി. അതായത് അപ്പോൾ r ഈക്വൽ നമുക്ക് എന്ത് കിട്ടുന്നു? എ മൈനസ് ബി എന്ന് കിട്ടി. ഇതാണ് മിനിമം വാല്യൂ. കഴിഞ്ഞ രണ്ട് പ്രോബ്ലങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. സോ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? റിസൾട്ടൻറ്റ് ഈസ് മാക്സിമം വെൻ തീറ്റ ഈസ് 0. റിസൾട്ടൻറ്റ് ഈസ് മിനിമം വെൻ തീറ്റ ഈസ് 180. അപ്പോൾ ഒരു കാര്യം പറയാം, 10 ന്യൂട്ടനും 15 ന്യൂട്ടനും അല്ലേ ആക്ട് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ഒരേ ഡയറക്ഷനിൽ വന്നാൽ നമുക്ക് 25 ന്യൂട്ടൺ കിട്ടും. എന്നാൽ ഓപ്പോസിറ്റാണ് വന്നതെങ്കിലോ 10ഉം 15ഉം 5 ന്യൂട്ടനും വരും. അപ്പോൾ ഈ 10 ന്യൂട്ടനും 15 ന്യൂട്ടനും തമ്മിലുള്ള ആംഗിൾ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചാൻസ് ഉള്ളത് മാക്സിമം വാല്യൂ എത്ര വരെ പോവാം? 25 വരെ പോവാം. മിനിമം വാല്യൂ എത്ര വരെ പോകാൻ പറ്റൂ? 5 വരെ ഡിഫറൻസ്. ഇനി ആൻസറിലോട്ട് നോക്കൂ. 12 ന്യൂട്ടൺ വരാം, കാരണം 10നും 15നും ഇടയിലുള്ള നമ്പറാണ്. അപ്പോൾ ഇതല്ല ആൻസർ. ബി 15 ന്യൂട്ടനും വരാം, കാരണം 10, 15 വരാം.
4 ന്യൂട്ടനും ഉണ്ട് 20 ന്യൂട്ടനും ഉണ്ട്. 20 ന്യൂട്ടൺ പോസിബിൾ ആണോ? പറ്റും. കാരണം 10ഉം 15ഉം കൂടെ ചേർന്ന് 25 വരെ പോകാൻ പറ്റും. അപ്പോൾ 20 വരാം. അപ്പോൾ പിന്നെ ആൻസർ ചെയ്താ 4 അല്ലേ? കാരണം 10 ന്യൂട്ടനും 15 ന്യൂട്ടനും ഓപ്പോസിറ്റ് വരുമ്പോഴാണ് മിനിമം വാല്യൂ വരിക. അപ്പോഴും വാല്യൂ എത്ര ഉണ്ട്? 5 വരുന്നുണ്ട്. കാരണം 15 - 10 5 ഉണ്ട്. പ്രോബ്ലത്തിൽ 4. ഒരിക്കലും 4 വരില്ല. അപ്പോൾ ആംഗിൾ തരേണ്ട കാര്യമില്ല. ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആംഗിൾ ആവശ്യമില്ല. മാക്സിമം വാല്യൂ A+B വരെയും മിനിമം വാല്യൂ A-B വരെയും പോകും. അപ്പോൾ ആൻസർ A-Bയുടെ താഴേക്കും പോകാൻ പാടില്ല, A+Bയുടെ മുകളിലേക്കും പോകാൻ പാടില്ല. അതുകൊണ്ട് യുവർ ആൻസർ ഈസ് 4 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? സെയിം ടൈപ്പ് വെക്ടർ സം ഓഫ് 2 ഫോഴ്സസ് 20 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ ക്യാൻ നെവർ ബി. 10ഉം 20 അല്ലേ? മാക്സിമം 30 വരെ പോകാം. 30 കുഴപ്പമില്ല, 25 കുഴപ്പമില്ല, 10 കുഴപ്പമില്ല, 35 പറ്റില്ല. കാരണം എന്താ? 35 വരെ പോകാൻ പറ്റാത്തതിന് കാരണം എന്താ? കമോൺ പറയൂ. കാരണം രണ്ട് വെക്ടറും കൂടെ ഒരേ ഡയറക്ഷൻ ആയാൽ പോലും 10ഉം 15ഉം കൂടെ ചേർന്ന് 10ഉം 20ഉം കൂടെ ചേർന്ന് 30 വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. അതല്ലേ മാക്സിമം വാല്യൂ. അപ്പോൾ പിന്നെ എങ്ങനെ 35 വരും? അപ്പോൾ യുവർ ആൻസർ ഈസ് 35. ഓക്കെ, ഇവിടെ മാക്സിമം റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടേഴ്സ് 30, മിനിമം 10, ദെൻ ദ വെക്ടേഴ്സ് ആർ. അപ്പം നമുക്കറിയാം എപ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക? നിങ്ങൾ പറയാം എപ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക? രണ്ടുപേരും ഒരേ ഡയറക്ഷൻ വരുമ്പോഴല്ലേ? അപ്പോൾ R ഈസ് ഈക്വൽ ടു വെക്ടർ R ഈക്വൽ ടു ഒരു ഡൗട്ടുമില്ല ഇക്വേഷൻ വെക്ടർ A + വെക്ടർ B. അത് അങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. √A² + B² + 2AB cos θ. അതും നിങ്ങൾക്കറിയാം മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി ആറിൻ്റെ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് അറിയാം. R മാക്സിമം കിട്ടാൻ തീറ്റയുടെ വാല്യൂ 0 കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് A + B കിട്ടും നിങ്ങൾക്ക് അറിയാം. R മിനിമം ഈസ് ഈക്വൽ ടു A - B കിട്ടുമെന്ന് അറിയാം. ഇത് തീറ്റ എന്ത് വരുമ്പോൾ 0 ഡിഗ്രി വരുമ്പോൾ ഇത് തീറ്റ എത്ര വരുമ്പോൾ 180 ഡിഗ്രി വരും. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞതാണ് നിങ്ങൾക്ക്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ദ മാക്സിമം റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടേഴ്സ് ഈസ് 30. അപ്പോൾ നമുക്കറിയാം A + B ഈസ് ഈക്വൽ ടു 30. ഓക്കെ, ആൻഡ് മിനിമം ഈസ് 10. അതായത് A - B ഈക്വൽ ടു 10. നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 2A ഈക്വൽ എന്ന് വരും. 2A ഈക്വൽ ടു A + A 2A, B + B 0. അപ്പം നമുക്ക് 40 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ 20. A 20 ആയാൽ A + B 30 അല്ലേ? അപ്പോൾ 20 + B ഈക്വൽ ടു 30. അങ്ങനെയാണെങ്കിൽ B ഈക്വൽ ടു 10. അപ്പോൾ നമ്മുടെ ആൻസറായി. എന്താണ് ആൻസർ? നോക്കൂ, A ഈക്വൽ ടു 20, B ഈക്വൽ ടു 10. ആൻസർ ഉണ്ടോ? A ഈക്വൽ ടു 20, B ഈക്വൽ ടു 10. യെസ്, or answer is choice is A. The resultant of 2 vectors F and F acting is √2F, the angle between them. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ക്യുക്ക് ചെയ്യണോ? ചെയ്യണമെങ്കിൽ ചെയ്യാം. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് രണ്ട് വെക്ടറുകളുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയാൽ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? R ഈക്വൽ ടു 2F സൈൻ, നോട്ട് സൈൻ, 2F cos θ/2. ഓർമ്മയുണ്ടോ? അത് കുറച്ച് മുന്നേ ഡിറൈവ് ചെയ്തു നമ്മൾ. ഈ പ്രോബ്ലത്തിൽ F ആൻഡ് F ആക്ടിങ് ഈസ് √2F. ഇപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ പ്രോബ്ലത്തിൽ √2F തന്നിട്ടുണ്ട്. അപ്പോൾ √2F ഈസ് ഈക്വൽ ടു 2F cos θ/2. അപ്പോൾ ഒരു എഫും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ഈക്വൽ ടു √2 ഇൻറ്റു cos θ/2 എന്ന് വന്നു. അപ്പോൾ cos θ/2 ഈസ് ഈക്വൽ ടു നമുക്ക് 1/√2 എന്ന് വന്നു. അപ്പോൾ θ/2 ഈസ് ഈക്വൽ ടു നമുക്കറിയാം cos θയുടെ വാല്യൂ 1/√2 വരുന്നത് 45 ഡിഗ്രി വരുമ്പോഴല്ലേ? അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ എന്ന് വരും 90 ഡിഗ്രി വരും. ഇതല്ലേ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞത്? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 2 ഫോഴ്സസ് F and F acting at an angle 90 degree. What is the resultant? It is √2F. കണ്ടോ? അപ്പോൾ the resultant of 2 vectors F and F is √2F. It happens only when the angle between the 2 vectors is 90 degree. നോക്കൂ ക്വസ്റ്റ്യൻ. The resultant of 2 vectors F and F acting at 90 degrees. അതല്ലേ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്? √2F. എഫും എഫും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയാൽ റിസൾട്ടൻ്റ് ഈസ് √2F. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തോടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം കേട്ടോ. നോക്കൂ, 2 vectors of equal magnitudes have resultant of magnitude equal to one of them. തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കൂ നിങ്ങൾ. ഈക്വൽ ടു വൺ ഓഫ് ദം. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. അപ്പോൾ R ഈക്വൽ ടു റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 2A cos θ/2. കാരണം ഇപ്പോൾ രണ്ട് വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ.
രണ്ട് വെക്ടറുകൾ ഉണ്ടായിരുന്നു. ആംഗിൾ നമുക്ക് അറിയില്ല. എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, ബി എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്. പക്ഷേ രണ്ട് വെക്ടറുകളും തമ്മിലുള്ള ആംഗിൾ നമുക്ക് അറിയില്ല, എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തീറ്റ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം നമുക്ക്. പക്ഷേ നമുക്ക് അറിയുന്ന കാര്യം എന്താ അറിയോ, എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈക്വൽ ടു, ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നത്, ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു റിസൾട്ടൻറ്റ്. ഇതും ശരിക്കും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എയോട് ഈക്വലാണ്. അപ്പോൾ എ ഈക്വൽ ടു 2a കോസ് തീറ്റ ബൈ 2. എ ക്യാൻസലായി. കോസ് തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു 1/2. തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ഓർ തീറ്റ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഇതല്ലേ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്? അതായത് ഈ നമ്മൾ അസ്യൂം ചെയ്ത ഈ ആംഗിൾ, ഈ തീറ്റ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് അക്യൂട്ട് ആംഗിൾ, ഇറ്റ് ഈസ് 120 ഡിഗ്രി. അതായത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന റിസൾട്ടാണ്. അതായത് എ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങോട്ട് നിൽക്കും, ആർ ഈസ് ആൾസോ ഈക്വൽ ടു എ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് ഈസ് 120 ഡിഗ്രി. ഓർമ്മിച്ച് വെച്ചോളൂ. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യിപ്പിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടഫ് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ തിയറി എല്ലാം നന്നായി വായിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കണം. NCERT ഓർഡറിൽ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ NCERT ബുക്ക് ലൈൻ ബൈ ലൈൻ വായിക്കണം. എന്ത് ഡൗട്ടുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.